ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മേഴത്തൂരാണ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ വേദക്കുട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ചുള്ള തലേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അവൻ്റെ നഖമൊക്കെ വെട്ടിക്കൊടുക്കുമായിരുന്നു മേമ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ പരിപാടികളൊക്കെ തുടങ്ങി. കാരണം അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ആയിരുന്നു, ശനിയാഴ്ചയായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ ലിസ്റ്റൊക്കെ ഇട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. അപ്പോൾ ബേബിയും അച്ഛമ്മയും കൂടി അവിടെ തലേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ സാറ്റർഡേ ബർത്ത്ഡേ എങ്കിൽ ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് ആണ് ഇതാ ചായ കുടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബർത്ത്ഡേക്ക്. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. വേദക്കുട്ടൻ്റെ അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ കുട്ടീസിൻ്റെ പണികളാണ്. പയർ നുറുക്കുക, അതാ അവിടെ രണ്ടുപേരും കണ്ടില്ലേ, പയർ നുറുക്കുന്നു, അപ്പുറത്തേക്ക് ഇടുന്നു, അപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു, ഇപ്പുറത്തേക്ക് ഇടുന്നു. ഇതായിരുന്നു ഇവരുടെ സ്ഥിരം പണി. കുട്ടികളായ അങ്ങനെയാണല്ലോ. പിന്നെ പിറ്റേ ദിവസം പിറന്നാൾ ദിവസമായി ബർത്ത്ഡേ പോയി ഞങ്ങളുടെ വേദസുന്ദരൻ്റെ രണ്ടാം പിറന്നാൾ ആഘോഷമാക്കിയിട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പിറന്നാൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു പറയണ ബേബി. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. 2-3 പേര് ഞങ്ങൾ കുളിച്ച് അമ്പലത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തേക്കാണ് പോണത്. പോകുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോ. ആദ്യം ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ പുഷ്പാഞ്ജലി കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, അയ്യപ്പൻകാവിക്ക് പോയി. ഇതാണ് ശിവൻ്റെ അമ്പലം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ എടുത്തതാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് എന്തോ ഗണപതി ഹോമത്തിൻ്റെ എന്തോ പ്രസാദം തന്നു. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു അത് അയ്യപ്പൻകാവിക്ക് കൊണ്ടുപോകുമ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട, പുറത്ത് വെച്ചാൽ മതി പറഞ്ഞു. വേറൊരു അമ്പലത്തിലെ പ്രസാദം മറ്റൊരു അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അത്രേ. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഈ പൂവ് കണ്ടപ്പോൾ നല്ല ഇഷ്ടം. ഇത് നമ്മുടെ കനകാമ്പരല്ലേ, നമ്മുടെ ഓറഞ്ച് കനകാമ്പരമല്ല കണ്ടത്, ഇത് വയലറ്റ് കളർ. നല്ല രസമല്ലേ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവൾ പറയും എത്ര തോനെ അമ്മയെന്ന്. നമ്മൾ പൂവൊക്കെ കിട്ടുമല്ലോ. പിന്നെ അതാ അയ്യപ്പൻകാവിലെത്തിയിട്ടോ. അന്ന് നല്ല തിരക്കായിരുന്നു. അന്ന് എന്താ 30 ശനിയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അതാണ് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു, തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളിതാ ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും അവരെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വിരിച്ചു. ഇതൊക്കെ ഞാൻ വിരിച്ചതാട്ടോ. അപ്പോൾ അവിടെ നിന്ന് TV കാണുകയാണ്. റൂമൊക്കെ എല്ലാം ക്ലീനാക്കി. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ, ഞങ്ങളുടെ സ്വന്തം റൂം. ഇതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോയി വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാ അവിയൽ, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാം. അടുത്തത് ഇതാ ഓലൻ, സാമ്പാർ, അവിയൽ, ഓലൻ, അതിൽ ഉപ്പേരി ആക്കാനാണ് കേട്ടോ. ശർക്കര വട്ടി, പുളിയിഞ്ചി, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, പയറും കായും. പിന്നെ എല്ലാ സദ്യവട്ടം ഉണ്ടായിരുന്നു, ഇഞ്ചിപ്പുളി, പപ്പടം എല്ലാം. ഇന്നതാ ഈ സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊരിതും ഞങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് ആഘോഷിച്ചില്ല കേട്ടോ. കാരണം ഈ കുറേ തൂക്കിയിടണം അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങണം എന്നൊക്കെയായിരുന്നു പ്ലാന്. പിന്നെ അത് നടന്നില്ല. എന്നാൽ അച്ഛൻ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ തന്നെ ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് വന്നില്ല. അപ്പോൾ പിന്നെ അതൊന്നും നടന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ സെക്കൻഡ് എന്ന് എഴുതിയതും പിന്നെ കുറച്ച് ബലൂണും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് കുറച്ചും കൂടി കളറാക്കാം. സാധാ ഒരു സിമ്പിൾ ബർത്ത്ഡേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ മാത്രമുള്ള ഒരു ബർത്ത്ഡേ, പുറമേ നിന്ന് ആരുമില്ല, വീട്ടുകാർ മാത്രമുള്ള ഒരു ബർത്ത്ഡേ. ഒന്നാം പിറന്നാൾ ആഘോഷിച്ചല്ലോ, എല്ലാ കൊല്ലവും പിറന്നാളൊന്നും ആഘോഷിക്കില്ല. ഇങ്ങനെ ജസ്റ്റ് കേക്ക് വാങ്ങും നമ്മൾ മാത്രമായിട്ട്. അപ്പോൾ മേമയും ബേബിക്കുട്ടിയാണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഇതൊക്കെ റെഡിയാക്കിയത് അവർ തന്നെയാണ് കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അവർ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഒട്ടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒക്കെ റെഡിയായി, എല്ലാവരും വന്നു. അമ്മ, അച്ഛൻ, ഏട്ടൻ ഇവരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു ഇപ്രാവശ്യം. ഒട്ടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം ഹാപ്പി ഒട്ടിച്ചു, കുഴപ്പമില്ല അങ്ങനെ മതിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേദു അവിടെ ബലൂൺ ഞാൻ വീർപ്പിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അത് കളിക്കായിരുന്നതാ ബർത്ത്ഡേന്ന്. പിന്നെ വേദുവിൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുത്തു. ഇത് മേമ കൊടുത്ത ഡ്രസ്സാട്ടോ, സിമ്പിളാണ്. ഷിവിയും റെഡിയായി വന്നു, അവളെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്യിച്ചു. ഇവർ രണ്ടുപേരും കണ്ട അപ്പമല്ല. അവൻ ഒന്ന് തൊട്ടാൽ അവൾ കരയും, അവൻ്റെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നത് അവൻ്റെ സന്തോഷ പ്രകടനമാണ്. ചാച്ചനെയും അമ്മമ്മേനെയും മാമേനെയും കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. അതിൻ്റെ ആ സന്തോഷം അവൻ പ്രകടിപ്പിക്കുന്നുണ്ട് നന്നായിട്ട്. അച്ഛനെ ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഓടിപ്പോയിരുന്നു. അപ്പോൾ അവരോട് ഞാൻ കേക്ക് വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വഴി വരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ മാമയുടെ ഓട്ടോറിക്ഷ കണ്ടപ്പോഴുള്ള സന്തോഷമാണ് വേദു ഈ പ്രകടിപ്പിക്കുന്നത്. അതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അവർ വന്നപ്പോൾ വേഗം വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ കാണിക്കണില്ല, ഒന്ന് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അത് ഞങ്ങൾക്ക് അന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ നല്ലതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അത് അപ്പം അമ്മ അവിടെ വെച്ചതായിരുന്നു. പിന്നെ ഒരു വണ്ടിക്ക് തിരുമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. ഇതാ അവരൊക്കെ എത്തി. കേക്ക്, എൻ്റെ ബാഗ് എല്ലാം. അപ്പോഴേക്കും വേദുവിനത് കണ്ടപ്പോൾ മുറിക്കാൻ ഭയങ്കരമായിട്ട് തിടുക്കായി. അമ്മ അവിടെ ചായ ഉണ്ടാക്കിയായിരുന്നു ഇവർക്ക്. അപ്പോൾ അതൊന്നും വേണ്ട, അവനാ കേക്ക് മുറിക്കണം, അതായിരുന്നു അവനെ വേണ്ടിയിരുന്നത്. അപ്പോൾ കേക്ക് മുറിക്കുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആ കേക്ക് അങ്ങോട്ട് കണ്ടപ്പോൾ വേദുവിന് എന്താ പറയുക, ആദ്യത്തെ ബർത്ത്ഡേക്ക് അവനെ കണ്ണുതണ്ണായിരുന്നു. അത് കാരണം പനിയാകെ അലമ്പായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേയുടെ അന്നും ജലദോഷം, പിറന്നാൾ മാസത്തിൻ്റെ അന്ന് കുട്ടികൾക്ക് അസുഖം വരുമെന്ന് പറയൂത്രേ. അതുപോലെ ഇവനെ വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് മുറിക്കുന്നതാണിട്ട് ഞങ്ങൾ കാണുന്നത്. കുട്ടികളെല്ലാവരും അവിടെ നിന്നു. പിന്നെ ചെറിയമേ കൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ. അതാണ് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ശിവ, സിദ്ധു, വേദു, ബേബി കേക്കൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേദുവിന് നല്ല ഇഷ്ടമായി കേക്ക്. അതിങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ പ്ലിന്നനാക്കാൻ നോക്കിയപ്പോഴേക്കും ഞങ്ങളത് മാറ്റി വെച്ചു. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഉണ്ട് അവൾ കേക്ക് സൈഡിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേച്ച് കൊടുത്തു കേട്ടോ. ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കൊടുത്തു. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. എന്താ വേദുവാ? അത് അച്ചമ്മ കേക്ക് തരുന്നു. അച്ചമ്മ കേക്ക് കൊടുത്തു, അച്ഛൻ കൊടുത്തു, എൻ്റെ അച്ഛൻ കൊടുത്തു, പിന്നെ മേമ കൊടുത്തു. അങ്ങനെ ഞങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ബേബിയുടെ കലാപരിപാടികളുണ്ട് കേട്ടോ ഇതിൽ. അവൾക്ക് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റിൽ ആക്കാം, കേക്ക് പ്ലേറ്റിലേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ മേമ. അപ്പോൾ കഷ്ണമാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ബേബിയുടെ കലാപരിപാടികൾ കാണാനാണ് എല്ലാവരും നോക്കിക്കണത്. എല്ലാവരും നോക്കാൻ പറയാണ് അവൾ. ഞങ്ങളെല്ലാവരും അവളുടെ പരിപാടി കണ്ടു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. പക്ഷെ ഞാൻ അതിൽ പാട്ട് വയ്ക്കാത്തത് എന്താ അറിയോ, ആ പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും. നമ്മുടെ തമന്നയുടെ ഡാൻസൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. ആജിക്കീരാത്തുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയോ ഉണ്ട്, കൃഷ്ണ ഉണ്ട്, പിന്നെ ഏതാ വാത്തു കാവാലയ അതുണ്ട്. പിന്നെ എനിക്കും ജലദോഷമാണ്. ഇത് ഗോപികമാരി ജാനകി ആ പാട്ടാണ് കേട്ടോ. പിന്നെ വേദുവിനെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ പിറന്നാളിൻ്റെ തലേ ദിവസം പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷേ അപ്പോൾ വേദുവും ശിവയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ആ കുട്ടികളൊക്കെ കൈ ഒഴിഞ്ഞു പോയി. പിന്നെ അങ്ങനെ അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ചപ്പോൾ അവർക്ക് കളിക്കാൻ തോന്നിയപ്പോൾ പിന്നെ അവരൊക്കെ കുറച്ച് നേരം വന്നു കേട്ടോ. പിന്നെ എന്തൊക്കെ ഏതാണെന്ന് വെച്ചൊക്കെ ഓർമ്മയില്ല. ഇല്ലുമിനാട്ടിയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ശിവ കളിക്കാൻ തുടങ്ങി. പക്ഷെ വേദുവിന് അത് ഇഷ്ടമായില്ല. വേദു പുറത്തേക്ക് പോയി. മാമയുടെ ബ്രൂല് കാരണം പറഞ്ഞിട്ട് പിന്നെ കരച്ചിലായി കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ മേഴത്തൂരായതുകൊണ്ട് വേദുവിനെ നോക്കണം. കാരണം ഇവിടെ ആണെങ്കിൽ അമ്മ ഉണ്ട്. ഇപ്പോൾ വേദു ഇവിടെ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നടക്കില്ല. കാരണം ഇവർ സമ്മതിക്കില്ല. ഓരോരുത്തരും ഇപ്പോൾ അതാ കണ്ട വേദു അമ്മയായിട്ടൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സമ്മതിക്കുന്നില്ല അകത്തേക്ക് വരാൻ. ബേബിക്കാണെങ്കിൽ എൻ്റെ പരിപാടി കാണുന്ന എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അവൾക്കതൊരു സന്തോഷമല്ലേ. പക്ഷേ എവിടെ അവൻ സമ്മതിക്കണ്ടേ. അവൻ വാശി തന്നെയായിരുന്നു. ചില നേരത്ത് ഭയങ്കര വാശിയാവും, ചില നേരത്ത് വാശിയേ ഉണ്ടാവില്ല. ഓരോന്ന് വലുതായി കിട്ടാൻ വരെ കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. പിന്നെ അവളുടെ നൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയിലേക്ക് കടന്നു കേട്ടോ. ഇവരുടെ നൃത്തങ്ങൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അത് പാട്ട് വയ്ക്കാൻ പറ്റണില്ല. പിന്നെ എനിക്ക് പാടാനും അറിയാത്തത് കൊണ്ട് ഞാൻ പാടുന്നില്ല. നിങ്ങൾക്കത് ബോറടിയായിരിക്കും. അപ്പോൾ വേദു മാമയുടെ ഒക്കത്ത് കയറിയിരുന്നു. അവൻ ബ്രൂ പോകണം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്താ ചെയ്തായിരുന്നു, എൻ്റെ അച്ഛൻ എന്താ പറയുക, അവനെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോയി. അതാണ്ടായിരുന്നത്. ഇത് ആജിക്കീരാത്ത് കളിക്കാനാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് ആ ചെരിവ്. തമന്നയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡാൻസ് ഇല്ലേ, തമന്നല്ലേ, ആജിക്കീരാത്ത് കളിക്കാനായിരുന്നു അവളിത് കാണിക്കണത്. അതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ശിവയും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. വേദു കളിക്കണില്ല. വേദു അവിടെ നിൽക്കുകയാണ്. വേദുവിൻ്റെ മൂഡ് ഔട്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചമയക്കമൊക്കെ ചെയ്ത് വൈകിട്ട് അമ്പലങ്ങളൊക്കെ പോയി. വൈകിട്ട് അമ്പലങ്ങൾ പോകണത് ഞാനൊരു ഷോർട്സായിട്ട് ഇതിലിടാം കേട്ടോ. അല്ല വേറൊരു ദിവസം ഇടാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് എനിക്ക് പറ്റില്ല. അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സദ്യ വട്ടമൊക്കെ കഴിച്ചു. വേദുവിൻ്റെ പിറന്നാളാണെങ്കിലും വേദു അതൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ.
കാരണം അവന് ബോറടിയാണ്. അതൊക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചില ദിവസം വന്ന് ഓണത്തിൻ്റെ അന്ന് അവൻ ഇരുന്ന് കഴിച്ചു. പക്ഷേ ഇതിൻ്റെ അന്ന് കഴിച്ചില്ല. പിറന്നാളിൻ്റെ അന്ന് അവന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കഴിക്കണത്. കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വായ കൊടുത്തു. പിന്നെ ഒന്നും അവൻ കഴിച്ചില്ല. ലാസ്റ്റ് ആയപ്പോൾ കുട്ടീസൊക്കെ ഓണായി കേട്ടോ. എല്ലാവരും നന്നായി ഓണായി. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിളക്കത്ത് ഇല വയ്ക്കാൻ തുടങ്ങി. ആദ്യം വിളക്കത്ത് വിളമ്പണമെന്നല്ല, അപ്പോൾ കിഴക്കേതാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ചു, തിരി വെച്ചു, കത്തിച്ചു, എല്ലാം വിളക്കത്ത് വിളമ്പി എല്ലാ കുട്ടികൾക്കും. ആദ്യം താഴത്തെ കുട്ടികൾക്ക് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുകളിൽ ഇവരൊക്കെ ഇരുന്നിട്ട് എൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ അവിടുത്തെ അച്ഛനും പിന്നെ ഏട്ടനും ഒക്കെ കൂടി ഇരുന്നു. പിന്നെ ഞങ്ങൾ താഴ്ത്തും ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയും ഐശ്വര്യം ഇരുന്നു. വേദു കണ്ട ഇല വന്നപ്പോൾ അവനെ അറിയാം. അവനെ മറ്റേ ഇല കൊടുത്തുട്ടോ, നമ്മുടെ വാഴയില. മറ്റവർക്കൊക്കെ എസ് പേപ്പർ വാഴയിലും കൊടുത്തു. പിറന്നാൾ കുട്ടന് മാത്രം ഇത് കൊടുത്തു. കാരണം ഇല കിട്ടാനില്ല, ഇലയ്ക്ക് ക്ഷാമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഓരോ കറികൾ വിളമ്പി കേട്ടോ. ഇഞ്ചിത്തൈര്, പുളിയിഞ്ചി, ശർക്കര വരട്ടി, കായ വറുത്തത്, അച്ചാറ്, പപ്പടം, ചോറ്, സാമ്പാർ, അവിയൽ, ഓലൻ, കാളൻ, പിന്നെ മറ്റേത് കായും പയറും ഉപ്പേരി, മോര്, ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് ഉണ്ടായത്. മതിയല്ലോ. ഇതൊക്കെ അമ്മയാണ് ഇട്ടുണ്ടാക്കിയത്. നാളികേരം ചിരകി കൊടുക്കൽ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. ഇവർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അല്ല, ഉപ്പേരിയുടെ കഷ്ണങ്ങളൊക്കെ നുറുക്കിയത് അല്ലേ? പി ആരാ നുറുക്കിയേ? ചേച്ചി. വേദു. ഇവരൊക്കെ കൂട്ടിയിട്ടാട്ടോ പി നുറുക്കിയത്. അതാണ് വേദു പറയണത്. കാലൊക്കെ നീട്ടിയിരിക്കുകയാണ് അപ്പൂപ്പൻ. ഇപ്പം തന്നെ അപ്പൂപ്പനായി ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തോട്ടെ. ഞാനവിടെ കായ വറുത്തത് വിളമ്പിണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വെച്ചെടുത്തു. വീഡിയോ എടുക്കാൻ ഒരാൾ വേണം. അപ്പോൾ പിന്നെ അവരൊക്കെ വിളമ്പാണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വിളമ്പിയില്ല. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. ഇതങ്ങോട്ട് ചെയ്തു. അത് ചീവയും ചാരനും കൂടി ഇരിക്കുന്നുണ്ട്. വേദുവിനെ ഞാൻ എല്ലാം വിളമ്പിയിട്ട് ഞാൻ മടിയിലിരുത്തിയിട്ടോ. അതാണ്ടായ വേദു പിന്നെ കഴിച്ചൊന്നുമില്ല. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിച്ചില്ല. കുറച്ച് 2-3 ഉരുള കഴിച്ചു. പിന്നെ ഒക്കെ ഒന്ന് പിന്നെ അതാ കണ്ടില്ലേ, ബേബി കുറച്ച് കഴിച്ചു കേട്ടോ. ബേബി സിദ്ധൊക്കെ കഴിഞ്ഞു. കുറച്ച് വിളമ്പിയത് കുറച്ചൊക്കെ കഴിച്ചു. എല്ലാവരും കഴിച്ചു. വേദു മാത്രം അങ്ങനെ കഴിച്ചില്ല. ഇങ്ങനെ കാണുമ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റൊക്കെ തോന്നി. ഓരോ കറികളൊക്കെ വിളമ്പുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷെ കഴിക്കലൊക്കെ കുറവ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു. പായസം നമ്മുടെ സേമിയയായിരുന്നു. എല്ലായ്പ്പോഴും പാലടയല്ലേ ഉണ്ടാക്കുക. അത് കാരണം സേമിയ പായസം ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു സദ്യ, ഒരു കുഞ്ഞു പിറന്നാൾ കഴിഞ്ഞ് കിട്ടി. അല്ല വേദുവാ, വേദുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ? വേദുവിനോട് ചോദിക്കും ആരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ വേദു എൻ്റെയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയും കേട്ടോ. സദ്യയൊക്കെ കഴിക്കുമ്പോൾ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ വേദു. പക്ഷെ കഴിക്കൽ മാത്രം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. അപ്പം അമ്മയും വിളമ്പുണ്ട് കേട്ടോ, ഓരോന്ന് വിളമ്പാണ്. വേദു ഇതാരാ? ചാമയത്ര. ചാമയല്ലത്. ഇതാരാ വിളമ്പണ? ആരാ വിളമ്പണത്? വേദുവിൻ്റെ പിറന്നാളല്ലേ? ഇതാ മാമു സാമ്പാറൊക്കെ വിളമ്പിയില്ലേ? അതൊക്കെ വിളമ്പിട്ടോ. അതൊക്കെ വിളമ്പിയപ്പോൾ പിന്നെ അവൻ കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. അവരൊക്കെ പോയിട്ടോ. അത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വേദു കരഞ്ഞു, ഉറങ്ങി. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിച്ചു. അമ്പലങ്ങൾ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. ഏതൊക്കെ അമ്പലങ്ങളാണെന്നും എങ്ങനെയൊക്കെ പോയി എന്നും എവിടേക്കൊക്കെ പോയി നമ്മൾ കാണിക്കണത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേദുവിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.